പഞ്ചാര കൊല്ലയിൽ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ രാധയുടെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിക്കുകയാണ്. വീണ്ടും നമ്മൾ ആ വീട്ടിലേക്ക് ഒന്ന് പോകുന്നു. എനിക്ക് തോന്നുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടന്ന സന്ദർശനം നമുക്ക് അഭിജിത്ത് മുഴക്കുന്ന അവിടെ നിന്നും തത്സമയം ചേരും. അഭിജിത്ത്, യഥാർത്ഥത്തിൽ ഈ സന്ദർശനം വിരമിക്കുകയാണോ? എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടി? തീർച്ചയായും എസ്കേൻ, അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഈ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്. UDF കൺവീനർ MM ഹസനുമുണ്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പം. TCPക്ക് MLA ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി, ഇന്നലെ മുതൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് വയനാട്ടിലാണ് അദ്ദേഹത്തിന്റെ പര്യടനം. അതിനിടയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ രാധയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. വലിയ ഒരു സങ്കടത്തിൽ, അത്രയധികം ദുഃഖത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. അവരുടെ രാധയുടെ മരണം അത്രയധികം അവരെ ഉലച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാധയുടെ മരണം ഉണ്ടാകുന്നത്. ഈ കാപ്പിക്കുരു ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും രാധ കൊല്ലപ്പെടുകയുമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുയർന്നു ഈ കടുവയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട്. പിന്നീട് ഇന്നലെ കടുവയെ ചത്ത നിലയിൽ കാണുന്നു. അങ്ങനെ നാട്ടുകാരുടെ, ഈ പ്രദേശവാസികളുടെ ഒക്കെ ഒരു ആശങ്ക ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും രാധയുടെ മരണം, രാധയെ കൊല്ലപ്പെട്ട സംഭവം, അത് ഈ കുടുംബത്തിനുണ്ടാക്കിയ ദുഃഖം അത് വളരെ വലുതാണ്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം വനമന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലേക്ക് എത്തുകയും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ അതിന്റെ ആദ്യ നിലയിൽ അടിയന്തര ധനസഹായം എന്ന നിലയിൽ 5 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തിരുന്നു. 11 ലക്ഷം രൂപയാണ് ആകെ ഈ കുടുംബത്തിനായി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ രാധയുടെ മകന് താൽക്കാലിക ജോലി നൽകുമെന്നുള്ളൊരു ഉറപ്പുകൂടി വനമന്ത്രി നൽകി. അതിന്റെ ഭാഗമായി അദ്ദേഹം ഈ നിയമന ഉത്തരവൊക്കെ കഴിഞ്ഞ ദിവസം കൈമാറിയതാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി രാധയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. SKN കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. MM ഹസനുമൊപ്പമുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. തങ്ങളുടെ ആശങ്ക കൂടി ഈ കുടുംബം പ്രതിപക്ഷ നേതാവുമായി പങ്കുവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. കാരണം വലിയ ഒരു വന്യജീവി ആക്രമണത്തിന്റെ ആ ഒരു ഭീതിയുടെ നടുവിൽ തന്നെയായിരുന്നു നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വി ഡി സതീശന്റെ വീട്ടിന്റെ ഉള്ളിലാണ് അവരുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുകയാണ്.